Before we begin, please note that this video contains AI-generated visualizations, is strictly for educational purposes, and is not financial advice. നമസ്കാരം. നമ്മളിന്ന് നോക്കാൻ പോകുന്ന മാർക്കറ്റിൽ പുതുതായിട്ട് വരുന്ന ഒരാൾക്ക് എങ്ങനെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് വരയ്ക്കാമെന്നുള്ളൊരു സിമ്പിൾ വീഡിയോ ആണ്. ഇത് വളരെ ഫ്രഷ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ആദ്യം ട്രേഡിംഗ് വ്യൂ എന്ന ആപ്പാണ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നത്. അതൊരു വെബ് ബേസ്ഡ് ആപ്പാണ്. അത് സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം നമ്മൾ ഒരു സ്റ്റോക്ക് നമ്മൾ എടുക്കുന്നു. ഇപ്പോൾ നമ്മളിവിടെ ടാറ്റ എൽഎക്സി എന്ന സ്റ്റോക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സപ്പോർട്ട് റെസിസ്റ്റൻസുകൾ എങ്ങനെ വരയ്ക്കാമെന്ന് നോക്കാം. ബേസിക്കലി സപ്പോർട്ട് റെസിസ്റ്റൻസുകൾ നമ്മൾ വരയ്ക്കുന്നത് എന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഒരു ബിഹേവിയർ വെച്ചിട്ട് ഒരു സ്റ്റോക്കിൻ്റെ വില പല സമയങ്ങളിൽ അതിൻ്റെ പ്രീവിയസ് വിലകളുമായിട്ട് റെസ്പെക്റ്റ് ചെയ്യാറുണ്ട്. അപ്പം പഴയ സമയത്ത് ഏതെങ്കിലും സമയത്ത് ആ പ്രൈസ് അവിടുന്ന് മുന്നോട്ട് പോവുകയോ അല്ലെങ്കിൽ തിരിച്ച് താഴേക്ക് വരികയോ ചെയ്തിട്ടുണ്ടെങ്കിൽ, താഴെ പ്രൈസ് കുറഞ്ഞു വരികയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും ഫ്യൂച്ചറിൽ അതേ ലെവലുകൾ വരുമ്പോൾ റെസ്പെക്റ്റ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ സപ്പോർട്ട് റെസിസ്റ്റൻസുകൾ കൂടുതലായിട്ട് വരച്ച് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതൊരു ബൈ അല്ലെങ്കിൽ സെൽ സോണുകളായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ആദ്യമായിട്ട് ഒന്നും അറിയാത്തവരാണെങ്കിൽ സപ്പോർട്ട് റെസിസ്റ്റൻസുകൾ വരയ്ക്കാൻ ഏറ്റവും എളുപ്പമുള്ളത് ക്യാൻഡിൽ സ്റ്റിക്സ് ചാർട്ട് തന്നെ എടുക്കുകയാണ്. ക്യാൻഡിൽ സ്റ്റിക് ചാർട്ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു 3 ഡയമെൻഷണൽ ചാർട്ടാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇതിനകത്ത് മൾട്ടിപ്പിൾ പാരാമീറ്റേഴ്സ് ആണ് ഓരോ ക്യാൻഡിലും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഒരു ക്യാൻഡിൽ തന്നെ ഓപ്പൺ, ക്ലോസ്, ലോ, ഹൈ, ഇതിൻ്റെ ഈ ഡാർക്ക് ഷെയ്ഡ് ഏരിയയെ ബോഡി എന്ന് പറയും. മുകളിലും താഴെയുള്ള ചെറിയ ലൈനുകളെ ഇതിൻ്റെ വിക്ക് എന്ന് പറയും. അതായത് ഒരു മെഴുകുതിരിയുടെ റെപ്രസെൻറ്റേഷൻ മാതിരിയാണ് കാണിക്കുന്നത്. അപ്പം ഈ വിക്കുകൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഹൈയും ലോയും കാണിക്കുക, അന്നത്തെ ഏറ്റവും വലിയ വിലയും ഏറ്റവും ചെറിയ വിലയും കാണിക്കുന്നതിനാണ്. ആ ഒരു ടൈം ഫ്രെയിമിൽ നമ്മൾ ഇടുന്ന സമയത്തെ ബേസ് ചെയ്തിട്ടാണ് ഈ ക്യാൻഡിലുകൾ കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു ചുവന്ന ക്യാൻഡിൽ എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഓപ്പൺ പ്രൈസ് എന്ന് പറയുന്നത് മുകളിലാണ്. ഇതൊരു ബെയറിഷ് ക്യാൻഡിൽ എന്നാണ് പറയുന്നത്. ഇത് പ്രൈസ് താഴേക്ക് വന്നപ്പോൾ ഫോം ചെയ്തൊരു ക്യാൻഡിലാണ് ഇതിന് ബെയറിഷ് ക്യാൻഡിൽ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഓപ്പൺ പ്രൈസ് മുകളിലാണ്. ഈ പ്രൈസ് താഴേക്ക് വന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് താഴെയാണ്. അപ്പം മുകളിൽ നിന്ന് താഴേക്ക് വന്നു, താഴെ ക്ലോസ് ചെയ്തു. ഇനി ഇതിൻ്റെ ഈ വിക്ക് എവിടം വരെ താഴേക്ക് പോയിട്ടുണ്ടെന്ന് വെച്ചാൽ അതാണ് ആ ഒരു ക്യാൻഡിലിൻ്റെ ലോ ഫോം ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇത് മുകളിലേക്ക് എവിടം വരെ പോയി അതാണ് ഹൈ ഫോം ചെയ്തിരിക്കുന്നത്. ഇനി ഒരു ബുള്ളിഷ് ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ, നമ്മൾ ഒരു ക്യാൻഡിൽ എടുക്കുകയാണ്. ഈ ഒരു ക്യാൻഡിൽ എടുത്തു കഴിഞ്ഞാൽ ഈ ക്യാൻഡിലിൻ്റെ പ്രൈസ് താഴെ നിന്നാണ് ഓപ്പൺ ചെയ്യുന്നത്. ഈ ഒരു ഏരിയയിൽ നിന്നാണ് ഓപ്പൺ ചെയ്യുന്നത്. ഈ ഒരു ഏരിയയിൽ നിന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇത് മുകളിലേക്ക് പോയി പ്രൈസ് മുകളിലേക്ക് വർദ്ധിച്ചിട്ട് മുകളിൽ ഇവിടെ ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ അതിന് മുകളിൽ പോയിരിക്കുന്ന ലെവലാണ് അതിൻ്റെ വിക്കിൻ്റെ ടോപ്പ്. അതാണ് അന്നത്തെ ആ ക്യാൻഡിലിൽ ഹൈ എന്ന് പറയുന്നത്. അവിടം വരെ പോയിട്ട് അത് തിരിച്ച് വന്നിട്ട് ഇവിടെ വന്ന് ക്ലോസ് ചെയ്തിരിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ താഴേക്ക് പോയിട്ടുള്ളതാണ് അന്ന് ആ ഒരു ക്യാൻഡിൽ അന്നേ ദിവസം ഡെയിലിക്ക്, ഇതിപ്പോൾ വീക്കിലി മന്ത്ലിയാണ്, ആ മാസത്തെ ഏറ്റവും താഴ്ന്ന വിലയാണ് ഈ ലോ എന്ന് കാണിച്ചിരിക്കുന്നത്, ഈ വീക്കിൻ്റെ താഴെ അറ്റം. അപ്പം ഈ രണ്ട് ക്യാൻഡിലും അതാണ് വ്യത്യാസം വരുന്നത്. പിന്നെ ക്യാൻഡിൽ സ്റ്റിക്സ് നമ്മൾ കണ്ടു. 4 പ്രൈസിൻ്റെ 4 ഘടകങ്ങളാണ് കാണിക്കുന്നത്: ഓപ്പൺ, ഹൈ, ലോ, ക്ലോസ്. പിന്നെ എന്താണ് കാണിക്കുന്നത്? ഇതിൻ്റെ കളർ നമ്മളെ കാണിക്കുന്നത് ആ ഒരു സെൻറ്റിമെൻ്റ് ആണ്. അതായത് ഇത് ചുവപ്പാണെങ്കിൽ ഇത് വില താഴ്ന്നു നിൽക്കുന്നു, താഴ്ന്നു വരുന്നു. പച്ചയാണെങ്കിൽ ഇത് വില മുകളിലേക്ക് പോകുന്നു. ഇനി ഇത് കാണിക്കുന്ന മറ്റ് 2 ഘടകങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏത് സമയത്താണ് ഉണ്ടായിരിക്കുന്നത്, ഏത് ഡേറ്റിലാണ് അല്ലെങ്കിൽ ഏത് കാലയളവിലാണെന്ന് താഴത്തെ നമ്മുടെ ചാർട്ടിലൊക്കെ ഉള്ള മാതിരിയുള്ള എക്സ് ആക്സിസ് എന്ന് നമ്മൾ പറയുന്ന സ്ഥലത്താണ് ഇതിൻ്റെ കാലങ്ങൾ കാണിക്കുന്നത്, ഏത് കാലങ്ങളിലാണ് സംഭവിച്ചിരിക്കുന്നതെന്ന് ഇത് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ വൈ ആക്സിസിൽ നമുക്ക് പ്രൈസ് ആണ് കാണുന്നത്. ഇപ്പോൾ നമ്മൾ യൂഷ്വലി എല്ലാവർക്കും കൺഫ്യൂഷൻ ഉള്ള സാധനമാണ്, പ്രൈസ് ഇങ്ങനെ കാണുമ്പോൾ ഇവിടെ മൈനസ് പ്രൈസുകളൊക്കെ വരും. സ്റ്റോക്കിൻ്റെ വില ഒരിക്കലും മൈനസിലേക്ക് പോവില്ല. സ്റ്റോക്കിൻ്റെ വില 0യിലേക്കും വരാനുള്ള പ്രോബിലിറ്റി കുറവാണ്. 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100% ലോസ് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കണ്ടീഷനിൽ വരാൻ സാധ്യതയില്ല. സ്റ്റോക്ക് അവിടെ നിന്ന് ഡീലിസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്.
അപ്പം ഈ മൈനസ് ഫിഗറുകൾ ഇങ്ങനെ കാണുവാണെങ്കിൽ പലപ്പോഴും എല്ലാവർക്കും കൺഫ്യൂഷൻ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇവിടുത്തെ താഴത്തെ ഓട്ടോ സെറ്റ് ടു സ്ക്രീൻ, ഓട്ടോ ഡാറ്റ ടു സ്ക്രീൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സാധാ നോർമൽ പോസിറ്റീവ് പ്രൈസ് ലിസ്റ്റിലേക്ക് വരും. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഇതിൻ്റെ ഈ ക്യാൻഡിലുകളെ നമുക്ക് പല ടൈം ഫ്രെയിമിലായിട്ട് ഡിവൈഡ് ചെയ്യാം. അതിനെ നമുക്ക് 1 മിനിറ്റിൽ ഉള്ള പ്രൈസിൻ്റെ വ്യത്യാസങ്ങൾ അറിയണമെങ്കിൽ 1 മിനിറ്റിൽ ക്യാൻഡിലായിട്ട് നമുക്ക് മാറ്റാം. അത് 1 മിനിറ്റിൽ നമുക്ക് കാണാൻ കഴിയാത്തതുകൊണ്ട് നമ്മൾ സൂം ചെയ്ത് പ്രൈസിനെ സൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ 1 മിനിറ്റിൻ്റെ ക്യാൻഡിലുകൾ കാണാൻ പറ്റും. അപ്പം 1 മിനിറ്റിൽ ആ ക്യാൻഡിൻ്റെ മൂവ്മെൻറ്റ്, 1 മിനിറ്റിൽ ആ പ്രൈസ് എത്രത്തോളം മുകളിലേക്കും താഴേക്കും പോയിട്ടുണ്ടെന്ന് നമുക്ക് കാണാൻ കഴിയും. ഇനി അത് 3 മിനിറ്റിൽ വേണമെങ്കിൽ നമുക്ക് നോക്കാം, 5 മിനിറ്റിൽ നോക്കാം, 15 മിനിറ്റിൽ നോക്കാം. 15 മിനിറ്റിലുള്ള പ്രൈസിൻ്റെ മൂവ്മെൻറ്റുകൾ നമുക്ക് സെയിം ലോ ഹൈ ഓപ്പൺ ക്ലോസ് എന്ന രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കും. 1 അവർ, 4 അവേഴ്സ്, ഡെയിലി, നമുക്ക് ഇഷ്ടമുള്ള ഏത് ടൈം ഫ്രെയിം ആണെങ്കിലും നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് കാണാവുന്നതാണ്. അപ്പോൾ ഇതിൽ ഇപ്പം നമ്മൾ ഡെയിലി, വീക്കിലി, മന്ത്ലി, ഇപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന ടോപ്പിക്ക് സപ്പോർട്ട് റെസിസ്റ്റൻസുകൾ വരയ്ക്കുന്നതാണ്. അപ്പോൾ ആദ്യമായിട്ട് സപ്പോർട്ട് റെസിസ്റ്റൻസുകൾ വരയ്ക്കുന്ന ആൾക്കാർ, ഇപ്പം നിങ്ങൾക്ക് ഒന്നും അറിയില്ല മാർക്കറ്റിൽ, നിങ്ങൾ ഒരു ഇൻഡിക്കേറ്ററും യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ഇവിടേക്ക് വരിക, നിങ്ങളുടെ കറണ്ട് പ്രൈസ് ഇപ്പോൾ ഡെയിലി ഇവിടെയാണ് നിൽക്കുന്നത്. ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്കാണ് നിങ്ങൾ നോക്കുക. ലെഫ്റ്റ് സൈഡിലേക്ക് പ്രൈസ് പലപ്പോഴും താഴെ വന്നിട്ട് തിരിയുന്നതും മുകളിൽ പോയിട്ട് തിരിയുന്നതുമായ സ്ഥലങ്ങൾ നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക. ആദ്യം നമുക്ക് ഹൈ ലെവലിൽ തന്നെ തുടങ്ങാം. ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റോക്കുകൾ സെലക്ട് ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് മന്ത്ലിയിലേക്ക് പോവാം. ഒരു മാസത്തെ ടൈം ഫ്രെയിം എടുക്കാം. ടൈം ഫ്രെയിം എടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ പ്രൈസുകൾ എവിടെയൊക്കെ വന്നിട്ട് തിരിയുന്നുണ്ട് എന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. അതിനുവേണ്ടി നമ്മൾ അതൊരു ലൈൻ ഇട്ട് നമുക്ക് മാർക്ക് ചെയ്യാം. ഇവിടെ നമ്മൾ സപ്പോർട്ട് റെസിസ്റ്റൻസുകളിലെ സ്റ്റാറ്റിക് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആണ് പഠിക്കുന്നത്. 2 തരമുണ്ട്, സ്റ്റാറ്റിക്സും ഉണ്ട്, ഡൈനാമിക് സപ്പോർട്ട് റെസിസ്റ്റൻസുകളും ഉണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പ്രൈസ് ഫിക്സഡ് ആയിരിക്കും നമ്മൾ ഈ വരയ്ക്കുന്ന സപ്പോർട്ടിൻ്റെ. അപ്പോൾ നമ്മൾ ഇവിടെ പോവുക, നമ്മളിവിടുന്ന് ഹൊറിസോണ്ടൽ ലൈൻ എടുക്കുക. ഹൊറിസോണ്ടൽ ലൈൻ എടുത്തിട്ട് ഇപ്പോൾ ഇവിടെ നോക്കുമ്പോൾ പ്രൈസ് ഇവിടെ വന്നിട്ട് ഒന്ന് തിരിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ഒരു മാസത്തെ ക്യാൻഡിലാണ്, മാർച്ച് മാസത്തെ ക്യാൻഡിലാണിത്. അപ്പോൾ ഇത് ഏപ്രിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം നമ്മൾ വരച്ചിട്ടില്ല, നമ്മൾ എടുത്തിട്ട് ഇവിടെ ഇതിൻ്റെ ബേസ് വെച്ചിട്ട് നമ്മൾ ക്ലിക്ക് ചെയ്യണം ആ ലൈൻ കൊണ്ടുവന്നിട്ട്. അപ്പോൾ നമുക്കവിടെ ഒരു ലൈൻ ഫോം ചെയ്തു. ഇതിന് നമുക്ക് വേണമെങ്കിൽ ഒരു സപ്പോർട്ടായിട്ട് കാണാം. നമ്മൾ ഈ ഒരു പ്രീവിയസ് ലെഫ്റ്റ് സൈഡിലെ ഫസ്റ്റ് ക്യാൻഡിലിൻ്റെ ഇത് വെച്ചിട്ടാണ് നമ്മൾ വരച്ചത്. പക്ഷേ ഇത് നമ്മൾ പിന്നിലേക്ക് പോകുമ്പോൾ ഈ സമയത്ത് പ്രൈസ് കണ്ടോ, 2 ക്യാൻഡിലും കൂടി ഈ ഒരു ലൈനിൽ തട്ടിയിട്ടുണ്ട്. അതായത് ആ ലൈനിൽ നമുക്ക് ഒരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. വേണമെങ്കിൽ ഈ ഒരു ക്യാൻഡിൽ വന്നിട്ട് ഇവിടെ ഓൾമോസ്റ്റ് ഇതിനടുത്ത് വന്നിട്ടാണ് റിജക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊരു റിജക്ഷൻ സോൺ ആണ്. ഇവിടുന്ന് ഹൈ ക്രിയേറ്റ് ചെയ്ത് താഴെ പോയിട്ട് വീണ്ടും അടുത്തൊരു ക്യാൻഡിൽ വോളിയം വന്നിട്ടാണ് ഇത് മുകളിലേക്ക് പോയത്. ഇത് നമുക്ക് ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യുന്നത്. ഇത് ബ്രേക്ക് ചെയ്യാത്തടത്തോളം നമ്മളിപ്പോൾ ഒരു ലൈൻ വരച്ച് കഴിഞ്ഞാൽ പ്രൈസ് ഇതിനടിയിലാണ് എങ്കിൽ, ക്യാൻഡിൽസ് ഇതിനടിയിലാണ് ഫോം ചെയ്യുന്നത്, ഇതിനെ നമ്മൾ റെസിസ്റ്റൻസ് എന്ന് വിളിക്കും. ഇനി പ്രൈസ് ഇത് ബ്രേക്ക് ചെയ്ത് മുകളിൽ വന്നിട്ട് ഇതിൻ്റെ മുകളിലാണ് പ്രൈസ് നിൽക്കുന്നതെങ്കിൽ ഇത് നമ്മൾ സപ്പോർട്ട് എന്ന് പറയും. അപ്പോൾ ഈ ഒരു ലൈൻ തന്നെ നമുക്ക് സപ്പോർട്ടായിട്ടും റെസിസ്റ്റൻസ് ആയിട്ടും ഡിഫൈൻ ചെയ്യാം, റെസിസ്റ്റൻസ് ആയിട്ട് സപ്പോർട്ടായിട്ടും ആക്റ്റും ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ ഇനി അടുത്ത ഒരു ലെവലോട് നോക്കിയാലോ, മേജർ ലെവൽസ് മന്ത്ലിയാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. ഇവിടെ നോക്കുമ്പോൾ ഈ ഒരു ലെവൽ എടുക്കുക. ഇവിടെ പ്രൈസ് പല ടൈമിൽ പ്രൈസ് വന്നിട്ട് സപ്പോർട്ട് എടുക്കും. ഇപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമ്മൾ മന്ത്ലി ആയതുകൊണ്ട് നമ്മൾ വിക്ക് നോക്കേണ്ട കാര്യമില്ല. നമ്മൾ ചെറിയ ടൈം ഫ്രെയിമിൽ വിക്ക് വരയ്ക്കേണ്ട കാര്യമുള്ളൂ. വലിയ ടൈം ഫ്രെയിം ആകുമ്പോൾ നമുക്ക് ബോഡിയുടെ ബോട്ടം വെച്ച് തന്നെ വരയ്ക്കാം. ഇവിടെ ബോഡിയുടെ ബോട്ടം വെച്ച് വരയ്ക്കുകയാണെങ്കിൽ ഈ ഒരു 2 ക്യാൻഡിൽസിൻ്റെ നമുക്കൊരു മിനിമം 3 ക്യാൻഡിൽസ് ടച്ചെങ്കിലും കിട്ടുവാണെങ്കിൽ അതൊരു സ്ട്രോങ് സപ്പോർട്ട് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ആയിട്ട് നമുക്ക് എടുക്കാം. ഇവിടെ നമുക്ക് നോക്കുവാണെങ്കിൽ ഒന്ന് ഈ ഒരു ക്യാൻഡിൽ ടച്ച് ചെയ്തിട്ടില്ല, പക്ഷേ ഈ ഒരു ക്യാൻഡിൽ സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്, ഈ ഒരു ക്യാൻഡിൽ കിട്ടിയിട്ടുണ്ട്, ഈ ഒരു ക്യാൻഡിൽ 3 ക്യാൻഡിൽസ് ഇവിടെ തന്നെ സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. ഇവിടേക്ക് വരികയാണെങ്കിൽ ഇവിടെയും 2 ക്യാൻഡിൽസ് സപ്പോർട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത വരയ്ക്കേണ്ടത് ഇതുപോലെ തന്നെ അടുത്ത ഒരു ബേസ് എടുക്കുക. ഇവിടെ ഇപ്പോൾ ഇത് നോക്കുക, ഈ ഒരു റിവേർഷൻ ഏരിയ നമ്മൾ നോക്കുക. ഇത് നോക്കി നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ഈ ഒരു
ക്യാൻഡിലിൻ്റെ എടുക്കുകയാണെങ്കിലും നമുക്ക് അത്യാവശ്യം ഒരു ഏരിയയിൽ പ്രൈസ് ആക്ട് ചെയ്തിട്ടുള്ളതായിട്ട് കാണാം. ഈ ഒരു ഏരിയയിൽ റിജക്റ്റ് ആയിട്ടുണ്ട്, ഈ ഒരു ഏരിയയിൽ എടുത്തിട്ടുണ്ട്, ഈ ഒരു ഏരിയയിൽ റിജക്ഷൻ വന്നിട്ടുണ്ട്, ഈ ഒരു ഏരിയയിൽ സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് മന്ത്ലി ടൈം ഫ്രെയിമിൽ മൾട്ടിപ്പിൾ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് വരയ്ക്കാം. അങ്ങനെ നമ്മൾ മൾട്ടിപ്പിൾ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് വരച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ വരയ്ക്കുന്നതാണ് ഓൾ ടൈം ഹൈ. ഓൾ ടൈം ഹൈ ആണ് പ്രൈസ് ഏറ്റവും കൂടുതൽ ഹൈ ആയിട്ട് പോയത്. ഇനി ഈ ലൈനുകൾ നമുക്ക് വേണമെങ്കിൽ കസ്റ്റമൈസ് ചെയ്യാം. ഓരോ ലൈൻ വരയ്ക്കുമ്പോൾ താഴെ ഇവിടെ ഒരു കസ്റ്റമൈസേഷൻ ടൂൾ വരുന്നുണ്ട്. ഇതിൻ്റെ ട്രാൻസ്പാരൻസി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ കളർ വേണമെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം. ഇപ്പോൾ ഓൾ ടൈം ഹൈ ആയതുകൊണ്ട് നമുക്ക് റെഡ് കൊടുക്കാം. ഇനി ഇതിൻ്റെ തിക്നെസ് വേണമെങ്കിൽ നമുക്ക് കൂട്ടാം, കുറയ്ക്കാം. ഇനി ഇതിൻ്റെ ടൈപ്പ് വേണമെങ്കിൽ ഡോട്ടഡ് ലൈൻ ആണെങ്കിൽ ആക്കാം, അല്ലെങ്കിൽ ഡാഷ് ലൈൻ, അല്ലെങ്കിൽ ലൈനായിട്ട് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. ഇവിടെ വേണമെങ്കിൽ ഇതിൻ്റെ ഒരു കളർ നമുക്ക് ചേഞ്ച് ചെയ്ത് യൂസ് ചെയ്യാം. അപ്പം ഇങ്ങനെ നമുക്കിതിനെ കസ്റ്റമൈസ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇത് നമുക്ക് മന്ത്ലി ആണ് നമ്മൾ വരച്ചത്. ഇനി നമ്മൾ ഈ മന്ത്ലിയിൽ നിന്ന് വീക്കിലിയിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കുറേ കൂടി ഏരിയാസിൽ ഈ പ്രൈസ് റിവേഴ്സ് ആവുന്നതും റിജക്റ്റ് ആവുന്നതും നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ നമ്മൾ മന്ത്ലി വരച്ചതിനകത്ത് നമുക്ക് കാണാതെ പോയ ഏരിയ ആണ് ഇവിടെ. ഇതൊക്കെ ആ ഒരു മന്തിനുള്ളിലെ വീക്കുകളായിട്ടാണ് വരുന്നത്. ഇതിപ്പോൾ വീക്കിലിയാണ് നമ്മൾ എടുത്തത്. ഇപ്പോൾ ആ മന്തിനുള്ളിലെ വീക്കുകളായിട്ട് അത് അതിൻ്റെ ലോ ആയിട്ടായിരിക്കും, ആ വിക്കിൻ്റെ ഭാഗമായിട്ടാണ് അത് വന്നിട്ടുള്ളത്. ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വീക്കിലി ഇവിടെ ഇങ്ങനെ ഒരെണ്ണം വരയ്ക്കാം. ഇത് വരച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ട്, ആ ഒരു കളറിലാണ് വരുന്നത്. നമ്മൾ വീക്കിലി ഒന്ന് കളർ മാറ്റാം. വീക്കിലി നമ്മൾ റെഡ് കളർ എടുത്തു. ഇനി നമ്മൾ വേറെ ഏതെങ്കിലും ഏരിയ വീക്കിലിയിൽ റെസ്പെക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നോക്കുക, ഇവിടെ നോക്കുമ്പോൾ മൾട്ടിപ്പിൾ ഏരിയാസ് നമുക്ക് ഇവിടെ കിട്ടും. ഈ ഒരു ഏരിയ നമ്മൾ എടുത്തു. ഇത് വേണമെങ്കിൽ ഈ ഒരു ഏരിയ നമുക്ക് വേണമെങ്കിൽ വീക്കിലി മാർക്ക് ചെയ്യാം. ഇത് ചാർട്ട് എക്സ്പേർട്ട് ആയിട്ടുള്ളവർക്ക് കണ്ടു കഴിഞ്ഞാൽ ഇതൊരു ഫണ്ണായിട്ട് തോന്നുമെങ്കിലും ഇത് പുതുതായിട്ട് വരയ്ക്കുന്നവർക്ക് വരച്ച് പഠിക്കാൻ പറ്റിയൊരു രീതിയാണ്. ഇവിടെ നോക്കുമ്പോൾ നമുക്കിവിടെ വിക്കുകളുടെ ഒരു എഡ്ജ് വെച്ചിട്ട് വേണമെങ്കിൽ വരയ്ക്കാം. വീക്കിലി ഡെയിലി ഒക്കെ നമുക്ക് വേണമെങ്കിൽ വിക്കുകൾ കൺസിഡർ ചെയ്യാം. മന്ത്ലി ആവുമ്പോൾ വിക്കിൽ വലിയ ഇമ്പോർട്ടൻസ് കാണുന്നില്ല. ഇത് വീക്കിലി നമ്മൾ വരയ്ക്കും. നമുക്ക് അനദർ 3-4 ലൈൻസ് കൂടെ കിട്ടി. ഇനി നമുക്ക് വേണമെങ്കിൽ ഇത് ഡെയിലിയിലേക്ക് പോവാം. ഡെയിലിയിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു എൻട്രി ഒക്കെ പ്ലാൻ ചെയ്യണമെങ്കിൽ ഡെയിലിയിൽ സപ്പോർട്ട് റെസിസ്റ്റൻസുകൾ നോക്കാം. ഇപ്പോൾ നമ്മൾ ഡെയിലി നോക്കുമ്പോൾ പ്രൈസ് താഴേക്കാണ് നിൽക്കുന്നത്. നമുക്കിവിടെ ഒബ്സർവ് ചെയ്യാം, പ്രൈസ് ഇവിടെ വന്നിട്ട് റിജക്റ്റ് ആകുമോ അല്ലെങ്കിൽ ഇവിടുന്ന് സപ്പോർട്ട് എടുത്ത് മുകളിലേക്ക് പോകുമോ എന്ന് നോക്കാം. ഇപ്പോൾ ഡെയിലിയിൽ നോക്കുമ്പോൾ മറ്റ് ചില പോയിന്റ്സ് കൂടെ നമുക്ക് കാണാം. ഇവിടെ കണ്ടോ, നമുക്ക് ഒരു പോയിന്റ്സ് കിട്ടാൻ സാധ്യതയുണ്ട് കുറച്ചുകൂടെ ക്ലോസ് ആയിട്ട്. അപ്പം നമുക്ക് പ്രൈസ് ഏതെങ്കിലും സപ്പോർട്ടിൽ വന്നിട്ട് റിവേഴ്സായി കയറുകയോ അല്ലെങ്കിൽ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് പോവുകയോ ചെയ്യുമ്പോൾ എൻട്രി എടുക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ ഒരു ഡൗൺ ട്രെൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ എൻട്രി എടുക്കുന്നതിൽ അർത്ഥമില്ല. അപ്പോൾ അത് ഒരു പരിധി വരെ നമുക്ക് ഈ സപ്പോർട്ട് റെസിസ്റ്റൻസുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളെ സഹായിക്കും. ഇപ്പോൾ ഡെയിലി നോക്കുമ്പോൾ നമുക്ക് എൻട്രി എടുക്കുകയാണെങ്കിൽ നമ്മൾ അടുത്ത ഒരു ലാസ്റ്റ് ഒരു 3-4 മന്ത്സിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പ്രൈസിൻ്റെ ഡീറ്റെയിൽഡ് ലെവൽസ് നമുക്ക് അറിയാൻ പറ്റും. അത് നമുക്ക് വേണമെങ്കിൽ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെറിയ സ്വിംഗ് എൻട്രിക്കും എക്സിറ്റിനും ഒക്കെ അത് ഉപകാരപ്പെടും. ഡെയിലി മറ്റൊരു കളർ കൊടുക്കാം. ഡെയിലി ഒരു ഗ്രീൻ കളർ കൊടുത്തു. ഇപ്പോൾ ഡെയിലി നോക്കുകയാണെങ്കിൽ ഇവിടെയൊക്കെ ലെഫ്റ്റ് സൈഡിലെ റെഫറൻസ് പോയിന്റുകളാണ് നമ്മൾ എടുക്കുന്നത്. ലെഫ്റ്റ് സൈഡിലെ റെഫറൻസ് പോയിന്റുകൾ എടുത്ത് നമ്മൾ വരയ്ക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ക്യാൻഡിൽ നമുക്ക് ഡെയിലിയൊക്കെ ഇതുപോലത്തെ ലോങ് ക്യാൻഡിൽസ് ഫോം ചെയ്തിട്ടുള്ള ഏരിയ ഒക്കെ നമുക്കൊന്ന് നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്നൊക്കെ വീണ്ടും തിരിച്ചു വരുമ്പോൾ അതൊരു ആൽഗോ ഓർഡറോ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർഡറോ ആയിരുന്നുവെങ്കിൽ നമുക്കത് വീണ്ടും അതേ ആക്ടിവേഷൻ, ആൽഗോ ഓർഡർ ആക്ടിവേഷൻ്റെ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എൻട്രി നമുക്കിവിടെ കിട്ടാനുള്ള പ്രോബിലിറ്റി ഉണ്ട്. അപ്പോൾ അത് ഒന്ന് മോണിറ്റർ ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് വോളിയം ഒന്ന് ആക്ടിവേറ്റ് ചെയ്ത് നോക്കാം. വോളിയം നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ കിട്ടുന്ന ഒരു ടൂളാണ്. ഇപ്പോൾ ഇവിടെ നോക്കും നമുക്ക് വോളിയം കാണാൻ പറ്റും. വോളിയത്തിനകത്ത് നമുക്ക്
വോളിയത്തിൻ്റെ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് മൂവിങ് ആവറേജ് നമുക്ക് ഇൻപുട്ട് ചെയ്യാൻ പറ്റും. വോളിയം മൂവിങ് ആവറേജ് എന്ന് പറഞ്ഞ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ വോളിയത്തിൽ കൂടുതലുള്ള വോളിയം നമുക്ക് അറിയാൻ പറ്റും. ഈ ഒരു മൂവിങ് ആവറേജ് 20 മൂവിങ് ആവറേജ് ആണ്. അപ്പോൾ ആ ഒരു SMA 20ക്ക് മുകളിൽ വോളിയം വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് അറിയാൻ പറ്റും. അപ്പോൾ ഓൾമോസ്റ്റ് എപ്പോഴും ഇത് ആ ഒരു ആവറേജ് വോളിയത്തിൽ തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. അത്യാവശ്യം വോളിയം ഉള്ളൊരു സ്റ്റോക്കായിട്ട് തന്നെയാണ് നമുക്കിതിനെ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ സപ്പോർട്ട് റെസിസ്റ്റൻസ് വരയ്ക്കാൻ. ഇതാണ് സ്റ്റാറ്റിക് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് നമ്മൾ വരയ്ക്കുന്നത്. ഇനി അടുത്ത ലെവലിൽ നമുക്ക് ഡൈനാമിക്കും മറ്റ് ഇൻഡിക്കേറ്റർ ബേസ്ഡ് ആയിട്ടുള്ളത് ഈസി ആയിട്ട് നമുക്ക് നോക്കാം. താങ്ക് യു.